സുന്ദരി പെണ്ണി കൊണ്ട് നീ പോന്നു? ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാണ് അച്ഛാ, മോഷ്ടിച്ചോണ്ടൊന്നുമല്ല. അങ്ങനെ ആയാലും തെറ്റില്ല. നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഈ മല കയറിയത് അവളുടെ വീട്ടുകാരറിയാതെയല്ലേ? അവള് മരിക്കുന്നത് വരെ ഞങ്ങൾ എന്നും ഓണം പോലെ കഴിഞ്ഞില്ലേ? ആച്ചി മോളെ, നീ കയറി അങ്ങ് വളർന്നല്ലോ. മാലതിക്കും ഭർത്താവിനും ഗോപിക്കും ഒക്കെ സുഖമാണോ മോളെ? അമ്മയ്ക്ക് കൂടെ കൂടെ വയറ്റുവേദന വരും. അതുണ്ടാവും. ഗോപിയുടെ പ്രസവത്തെ തുടർന്ന് അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞല്ലേ? വിശപ്പ് ഒട്ടുമില്ല, ആശുപത്രിയിൽ പോകുന്നുണ്ട്. അതാണോ അവരും കൂടെ വരാത്തത്? ചേച്ചിയും ചേട്ടനും ഗോപിയും കൂടെ ശ്രീനി ചേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് പോയിരിക്കുകയാണ്. ആച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞു. അവേ, അവന്റെ 16 അടിയന്തരത്തിന് പോകാതെ ഇങ്ങോട്ട് പോകുന്ന നന്നായി മോളെ. നിനക്ക് ഈ നല്ല സ്ഥലമെങ്കിലും കാണാമല്ലോ. എനിക്കൊരു എഴുത്തുണ്ടായിരുന്നു, പ്രഭാകരൻ പിള്ള എന്റെ 16 അടിയന്തരത്തിന് വരണമെന്ന്. ഈ മരിച്ചവരുടെ അടിയന്തരമല്ലേ അച്ഛാ 16? ജീവിച്ചിരിക്കുമ്പോഴുള്ള 16 ആണാ അവന്റെയൊക്കെ സപ്തതി. മോളങ്ങോട്ട് കയറിയില്ല. അപ്പൂപ്പൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വന്ന് കാപ്പി തിളപ്പിച്ചു തരാം. ഞാൻ കാപ്പിയിടാം അപ്പൂപ്പ. പാചക കാര്യത്തിൽ ആച്ചി മിടിക്കുകയാണ് അച്ഛാ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ്. ആട്ടെ, നീ ഉറക്കം വാങ്ങിച്ചിട്ടൊന്നു? ഒരു കുഴപ്പം പറ്റിയ അച്ഛാ, ആച്ചി പോലും അറിയാതെ കുറെ ഉണക്കമീൻ വാങ്ങി പൊതിഞ്ഞ് ഞാൻ സഞ്ചിയിൽ വെച്ചിരുന്നു. എന്തോന്നാ നാറെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഓടയിലെ വാടയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഒടുക്കം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ 5 പട്ടികൾ. അവർക്കും കൂടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ഉണക്കമീൻ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞു. അയ്യോ, മുഖവരിയുള്ള പട്ടികളായിരുന്നെങ്കിൽ നമുക്ക് പോയി തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ പോണാവള്. നിന്റെ ഒരു ഉണക്കമീൻ. അയ്യോ, അവനോട് ഒരു പറയാനും അമ്മയും ഗോപിയും വന്നില്ലേ അച്ഛാ? ഇല്ല മോളെ, അമ്മയ്ക്ക് നീണ്ട യാത്ര വയ്യ. 4-5 ദിവസമായിട്ട് എന്റെ വീടിന് പഴയ ഐശ്വര്യമായിരുന്നു. ഷീനി ഇവിടെ അങ്ങ് കൊണ്ടുപോകുന്നുള്ളി. അതെന്ത് തോന്നുന്നു? ആച്ചി 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ട് വിടാമായിരുന്നല്ലേ ചേട്ടാ. അവൾക്ക് BSc അഡ്മിഷനുള്ള ഇന്റർവ്യൂ കാർഡ് വന്നു. അനിലേ, രാത്രി തന്നെ കുറെ കാച്ചിലും ചേനയും കപ്പയും എല്ലാം കൂടെ കെട്ടിവെക്കണം. കുറെ ഉണങ്ങിയ കുരുമുളകും ശർക്കര. ഇനിയും ഉണ്ടല്ലോ അച്ഛാ സാധനങ്ങള്. റബ്ബർ, ഏലത്തരി, ജാതിക്ക, ഗ്രാമ്പൂവ്. എടാ, വീട്ടാവശ്യമുള്ള സാധനങ്ങള് ഇവിടെ ഉള്ളത് കൊടുത്തയക്കാൻ ഞാൻ മറക്കില്ല. എന്നാ ഇങ്ങോട്ട് വന്നപ്പോ കുറെ ഉണക്കമീൻ കൊണ്ടുവരണമെന്ന് ഈ എനിക്ക് തോന്നിയോ? അപ്പൂപ്പ പട്ടി. എന്തോന്നാ മോളെ പട്ടിയുടെ കഥ? അനിലേട്ടൻ അപ്പൂപ്പനോട് ഒരു കള്ളം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ഉണക്കമീൻ വാങ്ങിച്ചോണ്ട് വന്നെന്നും അതിന്റെ മണം പിടിച്ച് കുറെ പട്ടികൾ പുറകെ വന്നെന്നും അത് കാരണം ഉണക്കമീൻ വലിച്ചെറിഞ്ഞെന്നും. എടീ മോളെ, ഇവൻ ആ പട്ടിക്കഥ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ വെളിച്ചിൽ പറയാണ്. ഞാൻ അന്നേരം മറുപടി പറയാത്തത് ഇവന് തന്തയ്ക്ക് പറഞ്ഞവനാണല്ലോ എന്ന് വിചാരിച്ച. കണ്ടോ, ഓറഞ്ചിന്റെ നിറം, മാലാഹയുടെ കണ്ണ്, ശരീര ഹേമാമാലിയുടെ തന്നെ. പക്ഷേ എന്താ പക്ഷേ? 2ാം ഘട്ട. അത് ഇക്കാലത്ത് നോക്കാനുണ്ടോ? അത് വിട്. എന്നാ ഇത് നോക്ക്, കുട്ടി ഫസ്റ്റാ. പക്ഷെ തള്ള അല്പം സൂക്ഷില്ല. പറയുമ്പോ അതും പറയണമല്ലോ. ചിലപ്പോൾ മറ്റുള്ളവരൊക്കെയായിട്ട് ഇടപെടും. ഇടയ്ക്ക് അതൊക്കെ വേണമല്ലോ. ഇതാള് വിശക കൂടെ കൂടെ ടൂർ പോകുന്ന പാർട്ടിയാ. വെരി ഗുഡ്, അതാണ് നമുക്ക് വേണ്ടത്. ആട്ടെ, ഈ പാർട്ടി ഒന്ന് കാണണമല്ലോ. എപ്പോൾ സാധിക്കും? അടുത്ത ഞായറാഴ്ച ഇരുട്ടി തുടങ്ങുമ്പോൾ പാർട്ടി ലോഡ്ജിൽ എത്തിയിരിക്കും. കട്ടായ മിടുക്കൻ. ഈ ബിസിനസ്സിൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, തീർച്ച. സാറിനെ പോലുള്ളവർ ഈ ലോകത്തുള്ളപ്പോ ഞാൻ രക്ഷപ്പെടാതിരിക്കുമോ? എന്താണ് അനന്ത വിശേഷിച്ച്? കഥ തുറക്കൂ. എന്തിനാണ്? അകത്ത് കയറിയിരുന്ന് പറയാം. പറയാനുള്ളത് അവിടെ നിന്ന് പറയാം. ഇതാണോ ആച്ചി മര്യാദ? വീട്ടിലാരെങ്കിലും വന്നാൽ പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത്? ക്ഷമിക്കണം, മര്യാദ പാലിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല. ഇവിടെ മറ്റാരുമില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ളത് സൗകര്യമായിട്ടിരുന്ന് പറയാം. കഥ തുറക്ക്. എന്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാൽ മതി. അച്ഛനും അമ്മയും? നിന്റെ അച്ഛനും അമ്മയും ചത്തുപോയില്ലേ?
ശ്രീനിവാസനും ഭാര്യയും നിന്നോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ വീട്ടുവേലകൾ ചെയ്യിപ്പിക്കാനാ. നീ മഠയിയാകരുത്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവനാണ് ഞാൻ. വാതിൽ തുറക്കൂ. എനിക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിലും തുറക്കൂ. ഒരു വാതിലും തുറക്കില്ല. വെറുതെ നിന്ന് വിഷമിക്കണ്ട. അനന്തനെ നീ ശരിക്കറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് അനന്തനെ അറിയാം, കാളിയനെ അറിയാം. കടുത്ത വിഷമാണ്. അനന്തൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ. എന്റെ അടുത്ത് വലിയ ഗമയൊന്നും കാണിക്കരുത്. ആച്ചകത്തില്ലേ? ഞാനും അതാ ആലോചിക്കുന്നത്. അവൾ എവിടെ പോകാനാണ്? ആ ഹോൺ നടിക്ക്. പറയാതെ അവിടെ എങ്ങും പോകാറില്ല. നീ ഉറങ്ങിയായിരുന്നു മോളെ? ഞാൻ വിചാരിച്ചു മറ്റാരെങ്കിലും. അമ്മ എന്താണ് ഇറങ്ങാത്തത്? അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. മോളും കൂടെ വാ, നമുക്കൊന്ന് താങ്ങി നടത്താം. എന്താണമ്മേ? സാരമില്ല മോളെ. ഊണ് കഴിക്കാൻ വരുമോ അച്ഛ? വേണ്ട മോളെ. അച്ഛൻ വൈകിട്ട് കാപ്പിയും കുടിച്ചില്ല, കുളിച്ചതുപോലുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കൂടി കഴിക്കുന്നില്ല. അച്ഛൻ എന്തു പറ്റി? എന്താണ് അച്ഛ? മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയരുതോ? നിന്നോട് പറയാം. നീ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ്. എന്റെ ദുഃഖം ഞാൻ വേറെ ആരെ അറിയിക്കാനാണ്? മാലതിയെ കുറിച്ച് ഓർക്കുമ്പോ. അമ്മയ്ക്ക് എന്താണ് അച്ഛാ? ഗോപിയോട് പറയണ്ട. കൊഴിയാൻ പോകുന്ന പൂവാണ് എന്റെ മാലതി. മോള് വിഷമിക്കരുത്. നിന്റെ വിഷമം മാലതി അറിയുകയും വരുത്. അവൾക്ക് ക്യാൻസറാണ്. എന്റെ മോള് അവൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. അല്പനാളുള്ളത് അവൾ സന്തോഷമായി കഴിയട്ടെ. അങ്ങനെ അവൾ കടന്നു പോവട്ടെ. ആച്ചി, എന്റെ മോള് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവളാണെന്ന് വിചാരിച്ച ഞാനിത് നിന്നോട് പറഞ്ഞത്. നീ കരയരുത്. ഇല്ല. അമ്മേ, മരുന്ന് കഴിച്ചിട്ട് പാല് കുടിക്കണം. പാലെനിക്ക് വേണ്ട മോളെ. ഛർദിക്കാൻ തോന്നുന്നു. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയമ്മേ? എന്റെ അമ്മയല്ലേ, ഇതങ്ങ് കഴിക്കേ. എന്താണ്? അമ്മ പാല് പോലും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മാലതി? എനിക്ക് വയറ്റിലെ വേദന സഹിക്കുന്നില്ല. ഓഫീസിൽ പോയില്ലേ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് അവധിയെടുത്തിരിക്കുകയാണ്. ആച്ചയുടെ ഇന്റർവ്യൂ നാളെയാ. ഇന്ന് വൈകിട്ട് ഗോപിയും കുട്ടി അവളെ അയക്കണം. ഞാൻ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നില്ല അച്ഛ. അങ്ങനെ പറയരുത് മോളെ. വലിയ തുക കൊടുത്താണ് ഓരോരുത്തർ അഡ്മിഷൻ വാങ്ങിക്കുന്നത്. നിനക്ക് നിന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാ. ഒരു കൊല്ലം പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആച്ചി, നിനക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടും. എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് നല്ല സുഖമാകാതെ ഞാൻ കോളേജിൽ പോയില്ല. ഇക്കാര്യത്തിൽ അച്ഛനും അമ്മയെ നിർബന്ധിക്കരുത്.
എന്റെ മോള് എനിക്ക് വേണ്ടി അവളുടെ ഭാവി പോലും നശിപ്പിക്കുകയാണ്. കിടന്നോളൂ. എന്താ മലതി? അമ്മേ, ബോബി മോനെ, ആച്ചമ്മ ദൈവം നിനക്ക് തന്ന സഹോദരിയാണ്. ഇനി നിനക്ക് അമ്മയും പെങ്ങളും എല്ലാം അവളാണ്. എന്റെ മോളെ വിഷമിപ്പിക്കല്ലേ മോളെ. അച്ചി എന്നെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അച്ഛ.